പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം വന്ദേ സംസ്കൃതമാതരം വന്ദേ സംസ്കൃതമാതരം. പ്രിയ കൂട്ടുകാർക്ക് ഇന്നത്തെ സംസ്കൃത ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കൂട്ടുകാരെ, എല്ലാവരും ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഒരു പുതുവർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസകളൊക്കെ എനിക്ക് അറിയിക്കാനുണ്ട്. അത് ഞാൻ അവസാനത്തിലോട്ട് പറയാം. ഇന്ന് ഏതായാലും നമ്മൾ തുടങ്ങി വെച്ച ആ ഒരു പാഠഭാഗത്തിൻ്റെ അർത്ഥങ്ങളിലൂടെയാണെന്ന് സഞ്ചരിക്കേണ്ടത്. എല്ലാവരും ടെക്സ്റ്റിൽ പേജ് നമ്പർ 33 തുറന്നു വെക്കുക. നമ്മൾ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പക്ഷേ ഇപ്പോൾ തന്നെ കൂട്ടുകാർക്ക് കൂടുതൽ അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രശ്നോത്തരി സംഘടിപ്പിക്കേണ്ടായി. അതിനുശേഷം ഗാന്ധിജിയെക്കുറിച്ച് നമ്മൾ പറയേണ്ടായി. അതിലൊക്കെ ഇടപെട്ട് അതിനെ സജീവമാക്കിയിട്ടുള്ള കൂട്ടുകാർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാം. വളരെ താല്പര്യത്തോടു കൂടിയിട്ട് അത് ഏറ്റെടുത്ത കൂട്ടുകാർ, ഞാൻ നിങ്ങളോട് വളരെയധികം എന്താ പറയുക, താഴെ തട്ടിൽ നിന്നുകൊണ്ട് നിങ്ങളോ പറയാണ്. അതായത് നമ്മൾ പഠിക്കുക എന്നതിനൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നമ്മൾ കേവലം ഒരു പാഠം പഠിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഇടപെടലുകൾ അത് വളരെയധികം ശ്രദ്ധേയമാണ്. നമ്മളിപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു, നമുക്ക് ക്ലാസ്സിൽ വെച്ചിട്ട് പലതും ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഉള്ള ഒരു വഴി നമ്മളത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും പ്രത്യേക കാര്യത്തിലൊക്കെ അഭിനന്ദിക്കുകയാണ്. ഏതായാലും നമുക്ക് പാഠഭാഗത്തിലോട്ട് പ്രവേശിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 33 എടുക്കാം. നോക്കണേ, എല്ലാവരും ശ്രദ്ധിക്കാം. ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. എന്നിരുന്നാലും നമുക്കൊന്ന് വായിക്കാം. സപ്തമഹാപാഠഃ രാഷ്ട്രപിത ഗാന്ധി മഹാഭാഗഃ അസ്മാകം രാഷ്ട്രപിത. സഹ ഗുജറാത്ത് രാജ്യേ പോർബന്ദർ നഗരെ ജാതഃ. അസ്യ പൂർണ്ണം നാമ. അവിടെ ഞാൻ മുന്നേ സൂചിപ്പിച്ചതാണ്, നമുക്ക് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് തന്നെ പറയാം. ഓക്കെ, അസ്യ പൂർണ്ണം നാമ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇതി. ഓക്കെ, അസ്യ ജന്മദിനം ഒക്ടോബർ 2 ദിനാങ്കേ. ഒക്ടോബർ 2 ദിനാങ്കഃ. അവിടെ 2 എന്നുള്ളത് കാണാം. ഗാന്ധി ജയന്തി ഇതി നാംന ജനഃ ആചരതി. അധുനാ ഗാന്ധി ജയന്തി വാരാഘോഷഃ സർവത്ര പ്രചലതി. തത്ര ശുചിത്വ കർമ്മണി പ്രാമുഖ്യം അസ്തി. ഇതാണ് നമ്മുടെ പാഠഭാഗം. കുറഞ്ഞ വരികളേ ഉള്ളൂ. ഒരുപക്ഷെ ഞാനിത് വായിച്ചപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്നിരുന്നാലും നമുക്കൊന്ന് അർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കാം. നോക്കൂ, ഗാന്ധി മഹാഭാഗഃ അസ്മാകം രാഷ്ട്രപിത. എന്താണ് ഗാന്ധി മഹാഭാഗഃ? ഗാന്ധി എന്ന അവർകൾ, ഗാന്ധിജിയെക്കുറിച്ചാണ്. ആ ഒരു ഗാന്ധി മഹാഭാഗഃ എന്ന് പറയുന്നത് എന്താണ്? ഗാന്ധി എന്ന അവർകൾ അസ്മാകം നമ്മുടെ രാഷ്ട്രപിതാവാണ്. എളുപ്പല്ലേ? ഓക്കെ. സഹ ഗുജറാത്ത് രാജ്യേ പോർബന്ദർ നഗരെ ജാതഃ. സഹ അദ്ദേഹം ഗുജറാത്ത് എന്ന സംസ്ഥാനത്ത്, പോർബന്ദർ നഗരത്തിൽ ജാതഃ ജനിച്ചു. അസ്യ പൂർണ്ണം നാമ. അസ്യ ഇദ്ദേഹത്തിൻ്റെ, പൂർണ്ണം നാമ പൂർണ്ണമായിട്ടുള്ള പേര്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇതി. അറിയാലോ, അസ്യ പൂർണ്ണനാമ, ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ്. ഇതി. അസ്യ ജന്മദിനം ഒക്ടോബർ 2 ദിനാങ്കഃ. ഒക്ടോബർ 2. ഓക്കെ, അസ്യ ജന്മദിനം, ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒക്ടോബർ 2. ഓക്കെ, ഗാന്ധി ജയന്തി ഇതി നാംന ജനഃ ആചരതി. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം ഒക്ടോബർ 2, ഗാന്ധി ജയന്തി
ഇതി നാംന എന്ന നാമത്തിൽ ജനങ്ങൾ ആചരിക്കുന്നു. ജനഃ ആചരതി. അധുന ഗാന്ധി ജയന്തി വാരാഘോഷഃ സർവത്ര പ്രചലതി. അധുന ഇപ്പോൾ ഗാന്ധി ജയന്തി വാരാഘോഷഃ ഗാന്ധി ജയന്തി വാരാഘോഷമായി സർവത്ര പ്രചലതി എല്ലായിടത്തും എന്താകുന്നു, പല പരിപാടികളും സംഘടിപ്പിക്കുന്നു. പ്രചലതി ആ ഒരു വാരാഘോഷം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. തത്ര ശുചിത്വകർമ്മണി പ്രാമുഖ്യം അസ്തി. തത്ര അവിടെ ആ പ്രവർത്തനത്തിൽ ഈ ഒരു എന്താ പറയുക ഗാന്ധി ജയന്തി വാരാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിൽ തത്ര അവിടെ ശുചിത്വകർമ്മണി ശുചിത്വ വിഷയത്തിൽ പ്രാമുഖ്യം അസ്തി പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ കാര്യങ്ങൾ ചെറിയ സൂചനകൾ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു പാഠഭാഗമാണ്. നമുക്കറിയാലോ ഇപ്പോൾ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുചിത്വ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്കൂളുകളിലുള്ള സമയത്താണെങ്കിലും അല്ലെങ്കിലൊക്കെ നമ്മുടെ JRC ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പല പരിപാടികളും നമുക്ക് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളോടാണ് ഇതിൻ്റെ അവസാന ഭാഗത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ പറയാനുള്ളത് ചെറിയ കാര്യമാണെങ്കിൽ പോലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രശ്നോത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ പ്രസംഗം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്തെങ്കിലും പറയാനാണ് പറഞ്ഞത്. എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഗാന്ധിജി എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് പോകും തോറും കൂടുതൽ പഠിക്കാനുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ഇത്തരം പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഒരിക്കൽ കൂടി അതിലൊക്കെ സജീവമായി പങ്കെടുത്ത കൂട്ടുകാരെ ഒരിക്കൽ കൂടി മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് ഞാൻ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത്ര മതി. അടുത്ത ക്ലാസ് നമുക്ക് പഠന പ്രവർത്തനങ്ങളിലോട്ട് സഞ്ചരിക്കാം. നിങ്ങൾ നന്നായിട്ട് വായിക്കണം. ചെറിയ ഭാഗമേ ഉള്ളൂ. എന്തെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് എന്താ ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ പഠന പ്രവർത്തനങ്ങളിലോട്ട് സഞ്ചരിക്കാം. അപ്പോൾ ഏതായാലും എല്ലാവരും ഈ ഒരു 2020 അവസാന ദിവസത്തിലാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വർഷത്തെ വരവേൽക്കാനുള്ള ആവേശത്തിലാണ്. അപ്പോൾ ഏതായാലും എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരെയാണ്. എല്ലാവർക്കും പ്രതീക്ഷയുടേതാകട്ടെ പുതുവർഷം എന്നുകൂടി ആശംസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങാണ്. ധന്യവാദ. ശുഭരാത്രി.